പ്രൈസ് ദി ലോർഡ്. സിയോനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിലെ ദേശങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഏലിയാമ്മ ബാബു, രാജസ്ഥാൻ. ആദ്യത്തെ ചോദ്യം: ഞാൻ മഹാധനികനായ ഒരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം കൊണ്ട് എനിക്കുള്ളതെല്ലാം നഷ്ടമായി. എങ്കിൽ ഞാൻ ആരാണ്? ഏതു ദേശക്കാരനാണ്? ഉത്തരം: ഞാൻ ഇയ്യോബ്. ദേശം ഊസ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. ഒരു ദേശത്തു നിന്നും വേറൊരു ദേശത്തേക്ക് പോകുവാൻ ദൈവം എന്നോട് പറഞ്ഞു. എവിടെ നിന്നും എവിടേക്ക് പോകാനാണ് ദൈവം എന്നോട് പറഞ്ഞത്? ഉത്തരം: ഞാൻ അബ്രഹാം. ഹാരാനിൽ നിന്നും കനാൻ ദേശത്തേക്ക് പോകുവാനാണ് ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഞാൻ ഒരു സുവിശേഷകനാണ്. ഞാൻ വായുവിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ മുതൽ ഇവിടം വരെയാണ് ഞാൻ വായുവിൽ കൂടി സഞ്ചരിച്ചത്? ഉത്തരം: ഞാൻ ഫിലിപ്പോസ്. ഗസ മുതൽ അസ്തോദ് വരെ. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 26, 39, 40 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഞാൻ ഒരു അപകടത്തിൽ നിന്നും വളരെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഞാൻ എത്തിച്ചേർന്നത് ഒരു ദ്വീപിലാണ്. എങ്കിൽ ഞാൻ ആരാണ്? ദ്വീപ് ഏതാണ്? ഉത്തരം: ഞാൻ പൗലോസ്. എത്തിപ്പെട്ടത് മെലീത്ത ദ്വീപിൽ. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: ലോകത്തിൽ ഇനിയും സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാനാണ്. ഞാൻ ആരാണ്? എവിടെ വെച്ചാണ് എഴുതിയത്? ഉത്തരം: ഞാൻ അപ്പോസ്തലനായ യോഹന്നാൻ. എഴുതിയത് പത്മോസ് ദ്വീപിൽ വെച്ച്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: ഞാൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായിരുന്നു. ഞാൻ ഇവിടെ നിന്നും എവിടേക്കാണ് യാത്ര തിരിച്ചത്? ഉത്തരം: ഞാൻ ശൗൽ. യെരുശലേമിൽ നിന്നും ദമസ്കോസിലേക്ക്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: എവിടെ നിന്നും എവിടേക്ക് പോയ ആൾക്കാർക്കാണ് യേശു വഴിയിൽ വെച്ച് പ്രത്യക്ഷനായത്? ഉത്തരം: യെരുശലേമിൽ നിന്നും എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം: യേശു ബെത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് പ്രവചിച്ചത് ഞാനാണ്. ഞാൻ ആരാണ്? എൻ്റെ ദേശം ഏതാണ്? ഉത്തരം: ഞാൻ മീഖ പ്രവാചകൻ. സ്ഥലം മോരസ്ത്യ. മീഖായുടെ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം, 5-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭൂകമ്പത്തിന് 2 വർഷം മുൻപാണ് എനിക്ക് ദർശനമുണ്ടായത്. എങ്കിൽ ഞാൻ ആരാണ്? എൻ്റെ ദേശം ഏതാണ്? ഉത്തരം: ഞാൻ ആമോസ് പ്രവാചകൻ. ദേശം തെക്കോവ. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൻ, അമ്മ, കുലം, ഗോത്രം എന്നിവയെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ദേശത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരാണ്? എൻ്റെ ദേശം ഏതാണ്? ഉത്തരം: ഞാൻ ഏലിയാവ്. ദേശം ഗിലെയാദിലെ തിശ്ബി. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഞാനൊരു പട്ടാളക്കാരനാണ്. എങ്കിൽ എൻ്റെ പേരെന്താണ്? ഏത് സ്ഥലത്തുള്ള പട്ടാളത്തിലാണ് ഞാൻ ജോലി ചെയ്തത്? ഉത്തരം: ഞാൻ കൊർണലിയോസ്. കൈസരയിലെ ഇത്താലിക എന്ന പട്ടാളത്തിൽ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഞാനൊരു പ്രവാചകനാണ്. എൻ്റെ അപ്പൻ മഹാധനികനാണ്. എങ്കിൽ ഞാൻ ആരാണ്? എൻ്റെ സ്ഥലം ഏതാണ്? ഉത്തരം: ഞാൻ എലീശ പ്രവാചകൻ. സ്ഥലം ആബൽ
മെഹോലയ. 1 രാജാക്കന്മാർ 19 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, ഞാനൊരു പ്രവാചകനും പുരോഹിതനും കൂടിയാണ്. എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് ഏതു സ്ഥലത്ത് വെച്ചാണ്? ഉത്തരം, ഞാൻ യെഹെസ്കേൽ പ്രവാചകൻ. ദർശനമുണ്ടായ സ്ഥലം കൽദയ ദേശത്ത് കേബാർ നദീതീരം. യെഹെസ്കേലിന്റെ പ്രവചനം 1 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, ഞാനൊരു പ്രവാചകയാണ്, എൻ്റെ സഹോദരന്മാരും പ്രവാചകന്മാരാണ്. എങ്കിൽ ഞാൻ ആരാണ്? ഞാൻ മരിച്ച സ്ഥലം ഏതാണ്? ഉത്തരം, ഞാൻ മിരിയാം. മരിച്ച സ്ഥലം കാദേശ്. സംഖ്യാപുസ്തകം 20 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, ഞങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരായ 3 പേരാണ്. ഞങ്ങൾ ഒരേ സ്ഥലക്കാരാണ്. എങ്കിൽ ഞങ്ങൾ ആരാണ്? ഞങ്ങളുടെ സ്ഥലം ഏതാണ്? ഉത്തരം, ഞങ്ങൾ പത്രോസ്, അന്ത്രയോസ്, ഫിലിപ്പോസ്. സ്ഥലം ബത്സയിദ. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 44 വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഞങ്ങൾ പൗലോസിനോടുകൂടെ കൂടാരപ്പണി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആരാണ്? ഞങ്ങളുടെ ദേശം ഏതാണ്? ഉത്തരം, ഞങ്ങൾ അക്വിലാസും പ്രിസ്കില്ലയും. സ്ഥലം പെന്തോസുകാർ. അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ വിശ്വാസികളുടെ പിതാവാണ്. ഹാരാനിൽ നിന്ന് വരുന്നതിന് മുൻപേ ഞാൻ എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം, ഞാൻ അബ്രഹാം. താമസിച്ചത് മെസൊപ്പൊത്താമിയിൽ. അപ്പോസ്തല പ്രവൃത്തി 7 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, എന്നെ ബാല്യത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചതാണ്. ഞാൻ ആരാണ്? എൻ്റെ ദേശം ഏതാണ്? ഉത്തരം, ഞാൻ ശമൂവേൽ പ്രവാചകൻ. സ്ഥലം എഫ്രൈം മലനാട്ടിലെ രാമാഥയീം സോഫി. 1 ശമൂവേൽ 1 അധ്യായം 1-28 വാക്യങ്ങൾ. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.